ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ യങ് ഇന്ത്യയുടെ ഭാഗമായി യുവജന റാലിയും പൊതുയോഗവും നടത്തി. വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കും യുവാക്കൾ നേരിടുന്ന തൊഴിൽ നിഷേധത്തിനുമെതിരെയാണ് യങ് ഇന്ത്യ റാലി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് റാലി ഉദ്ഘാടനം ചെയ്തു. വളരെ ജാഗ്രതയോടുകൂടിയായി പരീക്ഷ, പ്രത്യേകിച്ച് പൊതുപരീക്ഷകളൊക്കെ കൈകാര്യം ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഒക്കെ ചോദ്യപേപ്പർ തന്നെ എന്തൊരു ഗൗരവത്തോടു കൂടിയ കൈകാര്യം ചെയ്യാം. പിന്നെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പറയണം. എന്നാൽ ഈ 12ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തി റിസൾട്ട് വന്ന സമയത്ത് കുട്ടികൾക്ക് ആകെ പരാതി. അവർ പണം കൊടുത്തു, റീവാലുവേഷന് അപേക്ഷിച്ചു, അവരുടെ പേപ്പർ അവരുടെ കയ്യിൽ കിട്ടി, അവരുടെ ഓൺലൈനിൽ അവർ പേപ്പർ കാണാൻ. അപ്പൊ അവർ പ്രതീക്ഷിച്ച മാർക്കല്ല. പല കുട്ടികളും പറയുന്നത് ഞങ്ങളുടെ ആൻസർ ഷീറ്റ് അല്ല അല്ലേ, ഞങ്ങൾ എഴുതിയ പേപ്പറല്ല. ആകെ തകരാറിലായിരിക്കുന്നു, വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. ഈ കുട്ടികളോട് എന്താണോ കേന്ദ്ര ഗവൺമെന്റിന് പറയാനുള്ളത്? അന്വേഷിച്ചു ചെന്നപ്പോ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു, തെലുങ്കാനയിൽ നേരത്തെ ഒരു ഏജൻസി, ഒരു കമ്പനി നടത്തിയ പരീക്ഷ, ആ കമ്പനിയെ തന്നെയാണ് ഇപ്പോ ഇവിടെ ഏൽപ്പിച്ചത് എന്നാണ്. ആ കമ്പനി അവിടെ പരീക്ഷ നടത്തി, തെലുങ്കാനയിൽ പരീക്ഷ നടത്തി ഏകദേശം 23 കുട്ടികൾ കൊല ചെയ്യപ്പെട്ട, ആത്മഹത്യ ചെയ്തതാണ് ഈ പരീക്ഷാ ക്രമക്കേടുള്ളത് കൊണ്ട്. ആ ഏജൻസിയെ, ആ കമ്പനിയെ വീണ്ടും ഏൽപ്പിച്ച് CBSE പരീക്ഷ നടത്തി. വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ പരീക്ഷയോടുകൂടി തീർന്നില്ല. നീറ്റ് മെഡിക്കൽ പരീക്ഷ. ആർ നിഖിൽ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ഷക്കീർ, കെ ശ്രീജിത്ത്, PM അമൃത, P വിനീത് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.